സ്കൂൾ യൂണിഫോം തയ്ച്ച് കിട്ടാനായിട്ട് ഒത്തിരി താമസം വരുന്നതിനാണ് പാരൻസ് ഒത്തിരി ടെൻഷൻ ഉൾപ്പെടുന്നുണ്ട്. ആ ടെൻഷൻ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? സ്കൂൾ യൂണിഫോം തയ്ക്കാനായിട്ട് ഒരു മാസം മുമ്പ് തന്നെ തയ്യൽക്കടയിൽ കൊടുക്കുവാണെങ്കിൽ ആ തയ്ച്ച് കിട്ടുന്നതിനുള്ള ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സെക്കൻഡ്, യൂണിഫോം തയ്ക്കുന്നതിന് ഒത്തിരി കൂലി കൊടുക്കേണ്ടി വരുന്നതിനാണ് പാരൻസ് ടെൻഷൻ ഉൾപ്പെടാറുണ്ട്. ആ ടെൻഷൻ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? സ്കൂൾ യൂണിഫോം നേരത്തെ തന്നെ തയ്ക്കാൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് സമയത്ത് അഡീഷണൽ ചാർജ്, എമർജൻസി ചാർജ് എന്ന് പറഞ്ഞിട്ട് 25%, 50% നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, തയ്യൽ കൂലി കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ നേരത്തെ തയ്ക്കാൻ കൊടുക്കുന്നതിന് നമുക്ക് ഈ ടെൻഷനൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കുട്ടികളുടെ അളവിൽ യൂണിഫോം തയ്ച്ച് കിട്ടുന്നതിനാണ് പാരൻസ് ടെൻഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ തയ്ക്കാനായിട്ട് നേരത്തെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ടെൻഷനോട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ആദ്യമേ തയ്ക്കാൻ കൊടുക്കുവാണെങ്കിൽ ആദ്യം ഒരു ജോഡി ട്രെയിലടിച്ച് ഇട്ട് നോക്കി, ഇടിപ്പിച്ച് നോക്കി അളവൊക്കെ പാകമാണോ ശരിയാണോ നമുക്കൊന്ന് കൺഫേം വരുത്തിയിട്ട് ബാക്കി ഡ്രസ്സും കൂടെ നമുക്ക് തയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് അളവിനുള്ള ഭാഗത്തുള്ള യൂണിഫോം തയ്ച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. നാലാമത്തത്, ലാസ്റ്റ് സമയത്ത് നമ്മൾ തയ്ക്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് സമയത്ത് തയ്ച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് നമുക്കൊരു ടെൻഷൻ ഉളപ്പാറുണ്ട്. അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് നേരത്തെ തന്നെ തയ്ക്കാൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ തയ്ച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ടെൻഷനിൽ നമുക്ക് മാറി നിൽക്കാനും പറ്റും. അപ്പം നമുക്കുള്ള ടെൻഷനിൽ കൂടുതൽ നമുക്ക് ആ ടെൻഷൻ ഒഴിവാക്കുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് നേരത്തെ തയ്ക്കാൻ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇത്രയ്ക്ക് ടെൻഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ആരെങ്കിലും യൂണിഫോം തയ്ക്കാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ.